ഹലോ ഗായ്സ്. അപ്പം നിങ്ങൾ ലാസ്റ്റത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇല്ല ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. അതായത് എൻ്റെ PS5 കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ PS5 കേടായപ്പോൾ ഞാൻ സോണീൻ്റെ സർവീസ് സെന്ററിൽ കൊടുത്തപ്പോൾ അവർ ഒരിക്കലും സർവീസ് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത്. അത് ഓൾ ഓവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും സർവീസ് ചെയ്യില്ല. വാറണ്ടി ഉള്ള സമയത്താണെങ്കിൽ മാത്രം അവർ ഇത് റീപ്ലേസ് ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20% ഡിസ്കൗണ്ടിൽ അതായത് എന്റേത് ഏകദേശം ഒരു 3 ഇയേഴ്സ് 8 മന്ത്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ അവര് എനിക്ക് തന്നൊരു ഓഫർ തന്നിട്ട് 20% ഡിസ്കൗണ്ടില് നിങ്ങൾക്കിത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു PS5 എടുക്കാം എന്നുള്ളതായിരുന്നു ഓഫർ. അപ്പൊ അതന്നെ കുറേ മെയിൽ കമ്മ്യൂണിക്കേഷൻ, കുറേ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ അത് ആദ്യം ഡിസ്ക് വേർഷനിൽ തന്ന് പിന്നെ ഡിജിറ്റൽ വേർഷനിൽ എങ്ങനെയൊക്കെയോ ചോദിച്ചപ്പോൾ തന്ന്. പക്ഷെ ആ ഒരു ഓഫർ ഒന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ അല്ലാതെ പേഴ്സണലി ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഫൈനലി വേറൊരു നിവൃത്തിയില്ലാന്ന് കണ്ടപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഐപ്രോ മാക്സിൻ്റെതായിട്ടുള്ള അവരുടെ സർവീസിൻ്റെത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു ഫ്രണ്ടും അതേപോലെ അവർ തന്നെ സജസ്റ്റ് ചെയ്ത്. അപ്പോൾ എറണാകുളത്തുള്ള ഈ ഒരു ടീമിൻ്റെ അടുത്തോട്ട് ഞാൻ എന്താ വിചാരിച്ചു, എൻ്റെ PS5 കോഴിക്കോടുള്ള ഞാൻ എന്ത് ചെയ്തു കൊറിയർ ചെയ്ത് കൊടുത്തു. അവരായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട്. ഫൈനലി അവര് ചെക്ക് ചെയ്തു. അപ്പോൾ ഇഷ്യൂ എന്തെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇതിലത്തെ ലിക്വിഡ് ബോർഡിലോട്ട് വന്നിട്ടായിട്ട് ബോർഡ് ഡാമേജ് ആയതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പവർ ഓഫ് എൻ്റെ ഒരു PS5 ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓഫ് ആവുന്ന ഇഷ്യൂ ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഓഫ് ആവുന്നത്. അവർ നോക്കി റെക്ടിഫൈ ചെയ്തു. റെക്ടിഫൈ ചെയ്തിട്ട് അവര് എനിക്ക് ഇന്ന് പേഴ്സണലി ആയിട്ടാണ് അവരെന്ത് ചെയ്ത് തിരിച്ച് കൊറിയർ അയച്ചു. ഞാൻ ഓൺ ആക്കി വർക്കിംഗ് ആണ് ഇതുവരെ. അപ്പോൾ ജസ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൈമിൽ PS5 ഉള്ളവരാവാം അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്. 1 ഇയർ കഴിഞ്ഞാൽ ഈ സോണി ഇതിൻ്റെ സർവീസ് എടുക്കുന്നതല്ല. നമ്മൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾ സർവീസ് ചെയ്യിക്കേണ്ടി വരും. ഇവരുടെ സർവീസും ബെറ്റർ ആയിട്ട് തോന്നി. ഇതേപോലെ തന്നെ കുറേ വേറെ ടീംസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ റീസൺ എന്തുകൊണ്ടാവാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ PS5 ഞാൻ വെർട്ടിക്കലി ആയിരുന്നു ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെർട്ടിക്കലി വെച്ച സമയത്താവാം മേ ബി അതൊരു റീസൺ അല്ല. അപ്പം ചില വീഡിയോസിലും ചില ഇൻഫർമേഷൻസിലും ബ്ലോഗ്സിലൊക്കെ പറയുന്നുണ്ട് PS5 ഹൊറിസോണ്ടലി വെക്കുന്നതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം ഈ ഒരു റീസൺസിന് ശേഷം അതായത് ഇപ്പോൾ PS5 കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ PS5 ഹൊറിസോണ്ടൽ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആഹ് അപ്പം ഇപ്പം എന്തായാലും വർക്കിംഗ് ആണ്. അപ്പം നിങ്ങളും ആക്ച്വലി നിങ്ങളുടെ ഫാമിലി PS5 ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തുക. ഇതിന് ശേഷം ഹൊറിസോണ്ടൽ വെക്കുന്നവർക്ക് ഹൊറിസോണ്ടലി വെക്കാം. ഈ ഒരു ഇത് എപ്പോഴും ഓർത്തിരിക്കുക. PS5 വാങ്ങിച്ചു കഴിഞ്ഞാൽ സർവീസ് 1 ഇയർ കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. 1 ഇയറിനുള്ളിലാണ് എന്തെങ്കിലും സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്കത് അവർ റീപ്ലേസ് ചെയ്തിട്ട് തന്നെ തരും. അതവർ എങ്ങനെ നിങ്ങളെവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. അതിപ്പം കേരളത്തിലായതുകൊണ്ടല്ല ഓൾ ഓവർ ഇന്ത്യയിലും ഇതാണ് അവരുടെ സ്കീം എന്നാണ് പറയുന്നത്. അതിലൊരു മൊടന്ന് ന്യായം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ അതായത് റിപ്പയറിംഗ് സർവീസ് വരെ കോസ്റ്റ് കൂടുതലാണെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല. അപ്പം എന്തായാലും ഇപ്പം ഞാന് ആ ഒരു തേർഡ് പാർട്ടി കൊടുത്തപ്പം എന്റേത് ഇതുവരെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് കരുതി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ ദെൻ ബൈ ബൈ.